ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പം ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ, എല്ലാ സോഷ്യൽ മീഡിയകളിലും ഈയിടെയായിട്ട് വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി എനിക്ക് എന്താണ് എൻ്റെ ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് പറയാനാണ്. വേറൊന്നല്ല, ലിറ്റി എന്ന് പറയുന്നൊരു സ്ത്രീ ഭർത്താവിൻ്റെ ചേട്ടനാൽ മൃഗീയമായി തല്ലുകയും അവരുടെ പ്രൈവറ്റ് പാർട്സായ അവരുടെ ആ ഒരു ഏരിയയിലൊക്കെ കടന്നു പിടിക്കുകയും അതുപോലെ അവരുടെ ഡ്രസ്സുകൾ വലിച്ചു കീറുകയും അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ അനാവശ്യം പറയുകയും ഒക്കെ ചെയ്തതായിട്ട് അവർ പറയുന്ന വീഡിയോസ് കണ്ടു. അപ്പോൾ അത് ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെയാണ് അത് വന്നത്. അപ്പോൾ എനിക്ക് വ്യക്തികളെ ആരും നേരിട്ട് പരിചയമില്ലെങ്കിലും ഒരു ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായമാണ്. ഞാൻ കണ്ടിരുന്നു ഒരുപാട് യൂട്യൂബേഴ്സ് അതിനെപ്പറ്റി ആദ്യം ഈ ഒരു കാര്യത്തെ പറ്റി എടുത്ത് സഹതാപപൂർവ്വം പറഞ്ഞു. അതിനുശേഷം ഈ ലിറ്റി എന്ന് പറയുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ അവർ പച്ചക്കള്ളമാണ് പറയുന്നത്, അല്ലെങ്കിൽ നാടകമാണ്, ഇതാണ്. പിന്നെ ചിയേഴ്സ് വിത്ത് ആഷ് ഒക്കെ ഇത് പറയുന്നത് ഇത് കുറച്ച് ശ്രദ്ധ നേടാനാണ്, യൂട്യൂബിൽ വൈറലാവാനാണ്, ഒരു കണ്ടന്റ് ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് എടുത്തിട്ടതാണ്. ഇത്രയും ഇതായിട്ട് ഇതെല്ലാം പോട്ടെ. എനിക്ക് ലിറ്റിയെ നേരിട്ടറിയില്ല. ലിറ്റിയെ ഉപദ്രവിച്ചെന്ന് പറയുന്ന ആൾ തോമസ് എന്ന് തോന്നുന്നു. ലിറ്റിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ തോമസ് തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതെ, മാത്യൂസ് അല്ല, തോമസ് ആൻഡ് ഹസ്ബൻഡിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ പിന്നെ ഐശ്വര്യ, ചിയേഴ്സ് വിത്ത് ആഷിലെ ഐശ്വര്യ, ഇത്രയും ഇവരെയൊക്കെയാണ് നമുക്ക് പേരുകളാൽ പരിചയം. പക്ഷെ ഇവരാരെയും നേരിട്ട് പരിചയമൊന്നുമില്ല. നാളെ എല്ലാ കാര്യത്തിനും ആ കുട്ടി എങ്ങനെയുള്ള ആളല്ല, ഇപ്പോൾ ഐശ്വര്യയും അല്ലെങ്കിൽ ലിറ്റിയൊക്കെ എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് തോമസ് അടക്കം നമുക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് ജെൻസും അതുപോലെ ഒരുപാട് ലേഡീസ് എന്ന് തന്നെ പറയാം. അത്യാവശ്യം 10-25 വയസ്സോ അതിന് മേലെയുള്ള സ്ത്രീകളെ ലേഡീസ് എന്ന് ഉൾപ്പെടുത്താം, നമുക്ക് പറയാലോ. അങ്ങനെയുള്ളവരുടെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു ഇതിനെതിരെ പ്രതികരിച്ചത്. ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് വളരെ പുച്ഛം തോന്നിപ്പോകുന്ന ഒരു കാര്യമായിരുന്നു എനിക്കത്. വളരെ അത്യാവശ്യം പ്രമുഖയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബർ, ഒരു ലേഡി യൂട്യൂബർ, ഏതൊരു കല്യാണം ആ ഒരു ഏജ് ഗ്യാപ്പിലുള്ളതാണ്. ഏതൊരു കാര്യം എടുത്ത് ബിഗ് ബോസ് നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തി അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യും. സംടൈംസ് അതെനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സംടൈംസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു ലിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ആ ഒരു പ്രശ്നത്തിൽ ഈ പറയുന്ന വ്യക്തി പ്രതികരിച്ച രീതി കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു പെണ്ണെന്ന നിലയിൽ ഭൂമിയിലേക്ക് താന്നു പോകാൻ തോന്നിപ്പോകുന്ന തരത്തിലുള്ള പ്രതികരണം. ആണുങ്ങൾ പ്രതികരിക്കുന്നത്, ആണ് പെണ്ണെന്നുള്ള വ്യത്യാസം എവിടെ ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരാണാവുമ്പോഴേക്കും ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന അത്രത്തോളം ചിന്തിക്കണമെങ്കിൽ കുറേയും കൂടിയൊക്കെ ഡീപ്പായിട്ട് ചിന്തിക്കണം. ഒരു നോർമൽ ഒരാണിന് ഒരു സ്ത്രീയുടെ മനസ്സ് വെച്ച് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സ്ത്രീകളായതുകൊണ്ട് ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ, അവൾക്ക് ഏത് തരത്തിൽ ചില കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് കല്യാണം കഴിഞ്ഞവരാവട്ടെ അല്ലാത്തവരാവട്ടെ കറക്റ്റായിട്ട് മനസ്സിലാവും. അതുപോലും മനസ്സിലാക്കാതെ എനിക്ക് ഈ ഒരു കാര്യത്തിനെ പറ്റി പറയാനുള്ളത്, എനിക്ക് ഓപ്പണായിട്ട് എല്ലാം വന്നിരുന്ന് പറയാൻ പറ്റില്ല. ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ്. ചട്ടിയും കലം എന്ന് പറയണ പോലെ തട്ടിയും മുട്ടലും വഴക്കുകളും വെപ്രാളങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം അവിടെ കൂടിയായി എല്ലാം കഴിഞ്ഞ് ഇതിലൂടെയൊക്കെ കയറി വന്ന ആളാണ് ഞാൻ. ഈ വീട്ടിലിരുന്നുകൊണ്ട് അത് പറയുമ്പോൾ നാളെ ഈ വീഡിയോ അവരൊക്കെ കാണുമ്പോൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. അപ്പോൾ എനിക്കൊരു പരിധിയുണ്ട്. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഈ ഫീലിംഗ് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാകും. ലിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അനുഭവിച്ച കാര്യം, അവരെന്തോ ആവട്ടെ, ചിലപ്പോൾ അവർ തറുതല പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ തിരിച്ചടിച്ചിട്ടുണ്ടാവാം. അവർ ഇപ്പം അമ്മായിയമ്മോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു കാണാം, ഭർത്താവിൻ്റെ അമ്മോടൊക്കെ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞിട്ടുള്ളതാവാം. ചിലപ്പോൾ അവരുടെ മനസ്സ് എങ്ങനെയുള്ളത് നമുക്കറിയില്ല. അതെല്ലാം പോട്ടെ. അവരുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു. അപ്പോൾ അവരവിടെ അദ്ദേഹം ആ സമയത്ത് ഉണ്ടായില്ല എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ചോദിക്കുന്നു,
നിന്റെ ഭർത്താവ് മൊണ്ണയാണോ, ഭർത്താവുണ്ടോ, ഭർത്താവ് എന്താ പ്രതികരിക്കാൻ? ഇത് തന്നെ കമൻറ്റിലും ഈ യൂട്യൂബേഴ്സ് പ്രതികരിക്കുന്നതിലും ഇത് തന്നെയുള്ളൂ. അന്ന് ഞാൻ പറയുന്ന ആ ഒരു സ്പെസിഫിക് യൂട്യൂബറാണ് അദ്ദേഹം മൊണ്ണയാണോ എന്ന് ചോദിച്ചത്. അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ, നിങ്ങളെയൊക്കെ ഈ പറയുന്ന എന്നെക്കാളൊക്കെ ഒരുപാട് ഇളയ ഒരു കുട്ടിയാണ് ഈ ഒരു യൂട്യൂബർ. നിങ്ങൾ കല്യാണം കഴിച്ചാണോ ഇല്ലയെന്ന് നമുക്കറിയില്ല. ഒരുപാട് കാര്യങ്ങൾ ഒക്കെ കേട്ടിട്ടുണ്ട്, കല്യാണം കഴിച്ചു കഴിച്ചില്ല പിരിഞ്ഞു ഇങ്ങനെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, നമുക്കറിയില്ല. ആ യൂട്യൂബർ ആണ് എടുത്തു പറഞ്ഞത് ഭർത്താവ് മൊണ്ണയാണോ എന്ന്. ഒരു സ്ത്രീ തന്നെ ഒരു സ്ത്രീയെ അപമാനിക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ പിന്നെ അത് അവർ മാത്രമല്ല, അവർക്ക് സപ്പോർട്ട് ചെയ്ത് ഒരു സ്ത്രീയുടെ ഒരു വീഡിയോയും കൂടെ ഞാൻ കണ്ടു. ഒരു അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ചില വീടുകളിലെ സിറ്റുവേഷൻ നിങ്ങൾ ഈ ഒരു ഒറ്റ കണ്ണുകൊണ്ട് ഇങ്ങനെ ചുറ്റോട് ചുറ്റും നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ പോയിന്റ് ആയിരിക്കില്ല ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. ഒരിക്കലുമല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈച്ച് ഫാമിലി തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഓരോ കുടുംബത്തിലെ സിറ്റുവേഷൻ, ആൾക്കാരുടെ സ്വഭാവങ്ങൾ, ഹൈ പ്രഷർ, ദേഷ്യം, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അവിടെയുള്ള ചില പ്രശ്നങ്ങൾ ഓരോ തരത്തിലും ഹൈപ്പറും ലോവും അങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കും. സ്ത്രീകൾ എന്ന് പറയുന്നവർ മദ്യപിച്ചല്ല നടക്കുന്നത്, അല്ലെങ്കിൽ ആണുങ്ങളുടെ പോലത്തെ കൈക്കരുത്തില്ല, അല്ലെങ്കിൽ ആ കൈക്കരുത്ത് ഇല്ലാത്തതുകൊണ്ടും അതുപോലെ എടുത്തു ചാടി അനാവശ്യമോ തെറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തു ചാടി പറയില്ലാത്തവരായിരിക്കും. അപ്പോൾ സ്ത്രീകൾ ഈ ചിലപ്പോൾ അവർ അതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതികരിക്കുന്നവരായിരിക്കാം, ബോൾഡായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും. ഇപ്പം ഞാൻ ഞാൻ ലിറ്റിയുടെ കാര്യമല്ല പറയുന്നത്, മറ്റുള്ള സ്ത്രീകളെ ചിലവർക്ക് ഒച്ചപ്പാടും ബഹളോ കയ്യൂക്കോ ഇല്ലെങ്കിൽ അവർ ഉള്ളാലെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ കേസുകളും ഉണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഒരു ആണ്, ഞാൻ പറയട്ടെ, ആ ആണിൻ്റെ മാന്യത കാണിക്കേണ്ട എങ്ങനെയാ? മദ്യപിച്ചിട്ടോ അല്ലാതെയോ ഒരു സ്ത്രീയെ വന്ന് തെറിയ അനാവശ്യം അവരെ തല്ലുക, ഡ്രസ്സ് വലിച്ചു കീറുക, അവരുടെ വേണ്ടാത്ത ഭാഗങ്ങളിൽ പിടിക്കുക, ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ആണത്തം കാണിക്കേണ്ടത്? ആണോ? അല്ല, ഒരിക്കലും അല്ല. അവർക്ക് ആ ഒരു സ്ത്രീയോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. ആ സ്ത്രീയോടോ അവരുടെ ഭർത്താവിനോടോ അല്ലേ? ഒരു സ്ത്രീ ഇന്നത്തെ കാലത്ത് ഭർത്താവ് പോലും നോട്ടം കൊണ്ട് പോലും ഭാര്യനെ വേദനിപ്പിക്കരുതെന്ന്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. തിരിച്ചു വന്നേക്കാവുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. മദ്യപിച്ച് ഭർത്താവിനെ തല്ലാൻ പോകുന്നില്ല. പിന്നെ ഫോൺ ഒരുപാട് ഭർത്താവ് അറിയാണ്ടുള്ള ബന്ധങ്ങൾ തുടർന്നു പോവുക, ഫോൺ ഒരുപാട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ അമ്മയോടൊക്കെ ഏത് നേരവും തല്ലുപിടിച്ചുകൊണ്ടിരിക്കുക, അതിൽ ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അല്ലാതെ മദ്യപിച്ചു വന്ന് എപ്പോഴും അവിടെ ക്വാറൽ, ഭയങ്കര എന്താ പറയുക, സമാധാനം ഇല്ലാണ്ട് ഭയങ്കര ബഹളവും തല്ലുപിടുത്തമൊന്നും ഒരു സ്ത്രീക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. ഇറിറ്റേഷൻസ്, ഭയങ്കര ചൊറിച്ചിൽ, ഈ പറയില്ലേ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അത് സ്ത്രീകൾക്ക് അതിനൊക്കെ ഒരു പരിധിയുണ്ട്. സ്ത്രീകൾ ഇപ്പം ലിറ്റി അത് ചെയ്തെന്നല്ല പറയുന്നത്. ഇപ്പം ലിറ്റിയുടെയൊക്കെ വിഷയത്തിലേക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യത്തിലേക്ക് വരാം. പ്രതികരിച്ച കാര്യം കണ്ടപ്പോഴേ അപ്പം തന്നെ വീഡിയോ എടുക്കണം തോന്നി എനിക്ക്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് 2 ചേട്ടന്മാരും ഒരു ചേച്ചിയാണുള്ളത്. ഞാൻ ഏറ്റവും ഇളയ ആളുടെ ഭാര്യ. ഇവർ 4 മക്കളാണ്. അല്ലറ ചില്ലറ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഈ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. ഇതേ സിറ്റുവേഷൻസിലൂടെയൊക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ മിണ്ടി പറഞ്ഞ് എടുത്തു നടക്കുന്നു. നമുക്ക് ഈ കുടുംബത്തിൽ തന്നെ ജീവിക്കണം എന്ന് വിചാരിച്ചു പോകുമ്പോൾ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പോലീസ് സ്റ്റേഷൻ കയറിയിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടാൽ നാളെ എന്നെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇതിൽ വന്നിരുന്ന് പറഞ്ഞാൽ എൻ്റെ ബന്ധുക്കൾ തന്നെ എന്നെ വഴക്കുറയും. എങ്കിലും ഞാൻ തുറന്ന് പറയുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒത്തുതീർപ്പാക്കി കുറേ നാളുകൾക്ക് ശേഷം മിണ്ടേണ്ടി വന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നു. എത്ര നാൾ ഞാൻ ഡിപ്രഷനിലെ പോലെ നടന്നിട്ടുണ്ട്, വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹസ്ബൻഡ് ഒരു ആണുങ്ങളുടെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഫാമിലിയെ കളയാൻ പറ്റില്ല. പക്ഷെ ഭാര്യ, ഞാൻ പറയട്ടെ, നമ്മുടെ കൂടപ്പിറപ്പുകളെയും അമ്മയും അച്ഛനെയും സ്നേഹിക്കണം. പക്ഷെ നമ്മൾ കൈ പിടിച്ചു കൊണ്ടുവന്ന ഭാര്യനെ വിട്ട് കളഞ്ഞിട്ടാവരുത്, അത് ഭാര്യ ഒറ്റപ്പെടുത്തിയതാവരുത് എന്നുള്ളതാണ്. പക്ഷെ ആ ലിറ്റിയുടെ ഭർത്താവ് കൂടെ നിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ആണത്തം. അദ്ദേഹം ആ സമയത്ത് അവിടെ ഇല്ലെങ്കിൽ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളിൽ അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ ഡിപ്രസ്ഡ് ആയി പോയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലാത്തൊരു കേസായിരിക്കാം. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ വേദനിപ്പിക്കാൻ, ഒരു പെണ്ണിനെ കൊണ്ടുവന്നു, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞൊരു വീട്ടുകാരെ വേദനിപ്പിക്കാനുള്ള ഒരു അന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പുള്ളിയുടെ ഒരു അറ്റാച്ച്മെൻറ്റ്, സ്വന്തം ഫാമിലിയോടുള്ള അറ്റാച്ച്മെൻറ്റ്. അത് സത്യം പറഞ്ഞാൽ അത് ശരിയല്ല, അറ്റാച്ച്മെൻറ്റ് ശരിയല്ലെന്നല്ല. നമ്മൾ കൊണ്ടുവന്ന സ്ത്രീ, അവരെ ഡിപ്പെൻഡ് ചെയ്ത് ആ വീട്ടിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഭർത്താവ് തന്നെയായിരിക്കും.
അപ്പം നമ്മളെ ആ ഭർത്താവാണ് ഒരു ആശ്വാസം തരേണ്ടത്. ആ സമയത്ത് അദ്ദേഹം മറ്റുള്ളവരുടെ കൂടെ നമ്മളെ വേദനിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേദനിക്കും. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാകും. ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിയെ ഇവിടെ കുറ്റപ്പെടുത്തി വലിച്ചു കീറുകയല്ല. ഇപ്പം ഞാൻ എൻ്റെ അമ്മായിയമ്മ അത്യാവശ്യം ഏജ്ഡാണ്. ഞാൻ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ഇഷ്ടംപോലെ വഴക്കുകൾ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് അമ്മയ്ക്ക് പാടില്ലാണ്ട് വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ മരുമക്കൾ എന്താ പറയുക, അത് ഓരോരുത്തരുടെ ഒരു ഇതാണ്, ഓരോരുത്തരുടെ കൺസേൺ ആണ്. അപ്പോൾ അപ് ടു എവ്രിബഡി ഇറ്റ്സ് അപ് ടു എവ്രിബഡി. അതായത് നമ്മളിപ്പോൾ മറ്റൊരാൾ ചെയ്യണം, അവൾ അമ്മായിമ്മേനെ അവൾ അത്രയും ചെയ്തിട്ട് അവൾ അമ്മായിമ്മേനെ നോക്കിയില്ലല്ലേ എന്ന് പറയാൻ നമുക്ക് വോയിസ് ഇല്ല. കാരണം ആ അമ്മായിയമ്മ എന്ന് പറയുന്ന സ്ത്രീ ചിലപ്പോൾ ആ ആളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോണ്ടാക്ട്സ് അങ്ങനെ ആയിരിക്കില്ല. ഇപ്പം എൻ്റെ അമ്മായിയമ്മ ഞങ്ങൾ തമ്മിൽ ചട്ടിയും കലവും തട്ടിയും മുട്ടിയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ നമ്മളൊരു മരുമകളെന്നല്ല, മകളെന്നുള്ള സ്ഥാനത്ത് നിന്ന് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങൾ നമ്മൾ ക്ഷമിക്കും. നമുക്ക് ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നമുക്കത് ഇത്രയൊക്കെ ഉള്ളൂ, കഴിഞ്ഞു പോട്ടെ, ബുദ്ധിമുട്ടാണ്, സ്നേഹം, നമ്മൾ വേണം അവർക്കിപ്പോൾ താങ്ങായിട്ട് എന്ന് മനസ്സിലാക്കി കുടുംബമായിട്ട് നിന്ന് പോകാനും സന്തോഷത്തിൽ ഇങ്ങനെ അറ്റങ്ങൾ കൂട്ടി മുട്ടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുമുണ്ട്. അപ്പോൾ എൻ്റെ മദറിലേക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാനും എൻ്റെ ചേട്ടത്തിമാരും എല്ലാവരും ഒന്ന് അന്വേഷിക്കാൻ പോകും. ഞാനാണ് തറവാട്ടിലുള്ളത്, ഞാനാണ് കൂടുതലും, പെങ്ങളുണ്ട്, നാത്തൂനുണ്ട്, എല്ലായിടത്തും വഴക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അന്വേഷിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഞാനാണ് ദ ഹോൾ പാർട്ട് 80% കൂടെ നിന്നതും അത്യാവശ്യം നോക്കിയതും. അത് കിടപ്പിലല്ല എന്നാലും. അപ്പം അത് പൊങ്ങച്ചായിട്ട് പറഞ്ഞതല്ല, നാളെ മനുഷ്യന് ഇടപഴകാം, നമുക്ക് ക്ഷമിക്കാൻ പറ്റിയേക്കാവുന്ന തെറ്റാണെങ്കിൽ മാത്രം. ഒരാളും അതെല്ലാം പറഞ്ഞ് അമ്മായിമ്മേനെ തലയെ കയറ്റണം, അമ്മായിച്ചനെ തലയെ കയറ്റണം, നാത്തൂനും അളിയനെയൊക്കെ തലയെ വെച്ചണം, ചേട്ടന്മാരും ഭാര്യമാരെ അങ്ങനെ ഇല്ല. ഓരോരുത്തരുടെ കൺസേൺ അനുസരിച്ചാണ്, ഓരോരുത്തരോട് പെരുമാറിയിരിക്കുന്ന ഇതനുസരിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ലിറ്റി എന്ന് പറയുന്ന ആളെയൊന്നും അറിയില്ലെങ്കിലും ലിറ്റി വേറെ ഏതെങ്കിലും തരത്തിൽ ലിറ്റിക്ക് ദേഷ്യമോ കാര്യങ്ങളോ സ്വഭാവം ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഈ ഒരു കുറേ കാര്യങ്ങൾ ലിറ്റി വെളിപ്പെടുത്തിയതിൽ എനിക്ക് ജെനുവിനിറ്റി തന്നെയാണ് തോന്നിയത്. അല്ല ലിറ്റി തിരിച്ചടിച്ചു, അല്ലെങ്കിൽ തോമസിൻ്റെ മകൻ ഇങ്ങനെ വോയിസ് ഇട്ടു എന്ന് കേട്ടപ്പോഴേ ഈ പറയുന്ന ഒരു യൂട്യൂബറായ ആ ഒരു കുട്ടി എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒരു 25-26 വയസ്സെങ്കിലുള്ള ഒരു സ്ത്രീയാണ് അവരാണ് ഭർത്താവിനെ ഈ ഒരു ലിറ്റിയുടെ ഭർത്താവിനെ എന്നൊക്കെ വിളിച്ചതും. അതുപോലെ തന്നെ അവരുടെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഇത്രയും ദേഷ്യം വന്നിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്, അല്ലെങ്കിലും ഇടുമായിരുന്നു. അപ്പോൾ അവരുടെ ഭർത്താവിനെ വിളിച്ചതും ഈ ഒരു ലിറ്റി അതിൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ തിരിച്ചടിച്ചു എന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു. ലിറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണ്, ലിറ്റി ചേച്ചി അങ്ങനെയാണ്, ഇങ്ങനെ ചെയ്തല്ലേ കളിയാക്കാൻ. നിങ്ങളൊരു സ്ത്രീയല്ലേ, എനിക്കതാണ് പറയാനുള്ളത്, നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങളാ യഥാർത്ഥ കാര്യം എന്തെന്ന് മനസ്സിലാക്കാതെ നിങ്ങളങ്ങനെ കളിയാക്കുന്നത് വളരെ തെറ്റാണ്. അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം ആലോചിക്കുക, 9ൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി അച്ഛനും അമ്മയും അറിയാണ്ടാണോ ഈ വോയിസുകൾ അയക്കുന്നത്? അച്ഛൻ്റെ അമ്മയുടെയും തക്കതായ ശിക്ഷണത്തിൽ അറിവോടുകൂടി അവർ പറഞ്ഞിട്ട് തന്നെയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്, ആ വോയിസ് മെസ്സേജ് അയക്കുന്നതൊക്കെ. അത് കേട്ടാൽ തന്നെ അറിയാം. പിന്നെ എല്ലായിടത്തും അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെയോ അച്ഛൻ്റെ ചേട്ടന്മാരുടെയോ അച്ഛൻ്റെ അനിയന്മാരുടെയോ ഭാര്യമാരോടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ളവരെയാണ്. ഈ 9ൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയെ വിളിച്ച് ആ സ്ത്രീ എന്നാണ് വിളിച്ചത്. ഈ ഒരു 9ൽ പഠിക്കുന്ന കുട്ടിക്ക് സ്വയം എങ്ങനെ തോന്നും? അത് അത്രയും വിഷം ആ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് കുത്തി വെച്ചിട്ടാണ്. ഇപ്പം ലിറ്റിയൊക്കെ പറയുന്നുണ്ട്, ലിറ്റിയൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് നിന്നത് തറവാട്ടിൽ, അവരെ നോക്കിയിട്ടുമുണ്ട്, ബുദ്ധിമുട്ട് അസുഖം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അമ്മായിച്ചൻ തെറി വിളിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ വഴക്കുകളും ബഹളങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മായിമ്മയെ എപ്പോഴും കുറ്റം പറയും. നമ്മൾ ഇന്നാളും റീസെൻ്റ്ലി ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ, ഉണ്ണിവാവ വ്ളോഗ്സിലുള്ള അമ്മായിമ്മ എന്താ ഇപ്പോഴും ആ ഒരു ഇതിനെ കുറ്റം പറയുകയാണ് അല്ലേ, നമ്മുടെ ആ ഒരു മരുമകളായ എന്താ അതിൻ്റെ പേര് മറന്നുപോയി, സംഗീത തോന്നുന്നു, കുറ്റം പറയാണ്, അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, പഴയ കാലത്തെ അമ്മമാർ അവർ എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല ഞാൻ പറയുന്നത്. അമ്മച്ചിമാരൊക്കെ ഈ പറയുന്ന പോലെ കുറേ കുറ്റങ്ങളും കുറ്റപ്പെടുത്തലുകളും എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലിറ്റി അത് ഒരുപാട് കൺട്രോൾ ചെയ്യുകയും റിയാക്ട് ചെയ്യുന്നിടത്ത് റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അതുപോലെ ഇതിന് മുന്നേ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ അപ്പനും അമ്മയും ലിറ്റിയുടെയും ഭർത്താവിൻ്റെയും കൂടെ തന്നെ നിന്നിട്ടുള്ളത്. അതിൽ ഉപരി ഞാൻ പറയാൻ വന്നത്, ഈ ലിറ്റിയുടെ ഭർത്താവിൻ്റെ ചേട്ടനാണ് തോമസ്. ആളുടെ ഭാര്യ ഗൾഫിലാന്ന് പറയുന്നു. മക്കൾ എത്ര ഒരാളുടെ പേരാണ് ഞാൻ കേട്ടുള്ളൂ, എനിക്കറിയില്ല എത്ര പേരുണ്ട്. എനിവേ ആ ഒരു വ്യക്തി സ്വത്തിൻ്റെ കാര്യം നമുക്കറിയില്ല, പൈസയുടെ ഇടപാടുകൾ ഡീലുകൾ. ഈ ഒരു അമ്മയും മകനുമായിട്ട് വഴക്കുകൾ, ഈ തോമസ് എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം അമ്മയായിട്ട് സ്വത്തിൻ്റെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കിയതായിട്ടും വീഡിയോ ഒക്കെ ഉണ്ടെന്നും ലിറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മകനോട് ഇവർ എതിർപ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റീസെൻ്റ്ലി ഇവർ വഴക്കും ബഹളം ഉണ്ടായിട്ട് വാടകയ്ക്ക് ഇവർ മാറിയപ്പോൾ അവിടെ നിന്ന് ആ വാടക വീട്ടിൽ നിന്ന് ഇവരിങ്ങോട്ട് വരണം എന്നും പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് പിന്നെ ഇവർ ഇറങ്ങിപ്പോക്കോ, ഇവരിവിടെ നിൽക്കണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ അമ്മയച്ഛനും പെരുമാറുന്നത് ആരുടെ ഭാഗത്തെ തെറ്റാണെന്ന് അപ്പം കേൾക്കുമ്പോഴേ മനസ്സിലാവും അല്ലേ. അവരെ വിളിച്ച് വരുത്തിയിട്ട് പിന്നെയും അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് മൂത്ത മോൻ്റെ തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ പോയി ഈ ഇളയ മരുമകളെ കുറ്റം പറയുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യുന്ന സാധാരണഗതിയിൽ ഇഷ്ടം പോലെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. ഇഷ്ടം പോലെ ഒരുമാതിരി അനുഭവമുണ്ട്. ഈ ഒരു വ്യക്തി, ഈ ഒരു അമ്മച്ചിയുടെ ആ ഒരു ക്യാരക്ടർ, ഈ പറയുന്ന ഇതിലുള്ള തോമസ് എന്ന് പറയുന്നത് പ്രായമുള്ളൊരു അമ്മച്ചിയാണ്, ബഹുമാനം വിട്ട് പറയുന്നതല്ല. അല്ലെങ്കിൽ അമ്മച്ചിയോ അപ്പച്ചനോ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മൂത്ത മോൻ്റെ അടുത്ത് പോകുമ്പോൾ ഇളയ മോൻ്റെ ഭാര്യയുടെ കുറ്റം പറയും, ഇളയ മകൻ്റെ അടുത്ത് വരുമ്പോൾ മൂത്ത മകൻ്റെ ഭാര്യയുടെ കുറ്റം പറയും. ഈ ഒരു ക്യാരക്ടർ കേരളത്തിൽ മാത്രമായിരിക്കില്ല, എന്നാലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിങ്ങനെ ഇങ്ങനെ 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 ഒഴുകി ഒരു അരുവി പോലെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പച്ചയായ സത്യമാണത്. സ്വന്തം പെമ്മക്കളുടെ കുറ്റം വരെ സ്വന്തം ആൺമക്കളുടെ ഭാര്യമാരോട് പറയുന്ന അമ്മമാരുണ്ട്. ചേട്ടന്മാരുടെ ഭാര്യമാരുടെ കുറ്റങ്ങൾ അനിയനോടോ പറയും, അനിയൻ്റെ ഭാര്യയുടെ കുറ്റം ചേട്ടന്മാരോട് പറയും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കളിക്കണ കാര്യമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം, ഇത് അങ്ങോട്ടും ആ കൊമ്പിൽ ഈ കൊമ്പിലൊക്കെ ചാടി അമ്മച്ചി കുറ്റം പറഞ്ഞ് നടക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക അവിടെ അവർ പറയുന്നത് വിലക്കെടുക്കാതിരിക്കുക. ഈ അമ്മച്ചിയൊക്കെ പറയുന്നത് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം, ലിറ്റി പ്രതികരിച്ചിട്ടുണ്ടാവാം. ഈ തോമസ് എന്ന് പറയുന്ന ആളോട് ലിറ്റി അങ്ങോട്ട് വഴക്കിന് പോയിട്ടില്ല. അയാളാണ് ഇങ്ങോട്ട് കയറി വന്നതും വഴക്കുണ്ടാക്കി തുടങ്ങിയതും. അതുപോലെ അവരുടെ ചുരിദാറോ അവരുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ കയറി പിടിക്കാൻ ഇയാൾക്ക് യാതൊരു അധികാരവും ഒരിക്കലുമില്ല. ആ സ്ത്രീയുടെ നെഞ്ചത്തിട്ട് കയറി പിടിക്കാനോ അത് തൊടാൻ പോലും ഒരു അധികാരമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവ് നോട്ടം കൊണ്ട് പോലും ഒരു ഭാര്യനെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് ഈ ചെയ്യുന്നത് തൻ്റെ ഇടമാണ്. ആരൊക്കെ ഉണ്ട്, എൻ്റെ കുടുംബം, ഇവിടെ ആരാണ്, അങ്ങനെയൊക്കെ ഒരു തൻ്റെ ഇടം ഇറക്കി വിടുകയും അതുപോലെ അനാവശ്യങ്ങൾ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടർ അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ലിറ്റിയുടെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യ സ്ഥലത്തില്ലാത്തവർ അവർ മനസ്സിലാക്കണം. അവനവൻ്റെ ഭർത്താവിൻ്റെ തെറ്റുകളോ കാര്യങ്ങളോ അവർ മനസ്സിലാക്കണം. അവരത് മനസ്സിലാക്കി പറയണം. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ വന്ന ഇത്ര കാര്യമുള്ളൂ. ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ പറഞ്ഞ കാര്യങ്ങൾ അവർക്കിപ്പോൾ ഫേമസ് ആവാൻ വേണ്ടിയല്ല അവർ പറഞ്ഞിട്ടില്ലേ. ആ ഒരു വ്യക്തി ആരാണ്? ഐശ്വര്യ എന്ന് പറയുന്ന ആ ഒരു ചാനലിലെ ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന ചാനലിലെ ഐശ്വര്യ ഈ ഒരു ലിറ്റിയുടെ അല്ലെങ്കിൽ തോമസിൻ്റെയൊക്കെ ആരാണ്? ഈ പറയുന്ന പ്രസ്തുത യൂട്യൂബർ ഈ യൂട്യൂബർ അല്ല, ഇവരെ റിയാക്ട് ചെയ്ത പൊളിച്ചടക്കി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആരോ കസിൻ നീസ്ന്നോ അങ്ങനെ എന്താട്ടൊക്കെയാണ് പറഞ്ഞത്, കസിൻ സിസ്റ്ററിന്, അങ്ങനെയല്ല. ഈ ഒരു ലിറ്റിയുടെ ഭർത്താവിൻ്റെയും തോമസിൻ്റെയും ഒക്കെ ചേച്ചിയാണ്, അല്ലെങ്കിൽ അവരുടെ സഹോദരിയാണ്. രണ്ടുപേരുടെയും ചേച്ചിയാണ് അനിയത്തിയാണെന്ന് അറിയില്ല, എന്തായാലും മൂത്ത ആണ് അവരുടെ ചേച്ചിയാണ്. ഈ ഒരു ഐശ്വര്യയുടെ അമ്മ എന്ന് പറയുന്നത് ഈ ഒരു ഐശ്വര്യയുടെ അമ്മയാണ് ലിറ്റിയുടെ നാത്തു. ഈ ലിറ്റി ആക്ച്വലി ഐശ്വര്യയുടെ പ്രായമാണെന്ന് ഐശ്വര്യ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങളൊന്ന് ആലോചിക്കണം. സാധാരണഗതിയിൽ ഇപ്പം ഞാനൊക്കെ നിന്നിട്ട് ഇപ്പം വഴക്കുകളും കാര്യങ്ങളും എല്ലായിടത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, ഇപ്പം നമ്മളുടെ അമ്മാവൻ്റെ ഭാര്യയെ നമ്മുടെ തന്നെ മൂത്തൊരമ്മാവൻ വന്ന് തല്ലും പിടിക്കും വഴക്കിടും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുവാണ്. നമ്മൾ സാധാരണയാണെങ്കിൽ എന്ത് ചെയ്യും? സാധാരണ എന്നല്ല പറയുന്നത്,
ഈ പറയുന്നത് പോലെ ഈ ഉള്ളാലെ ഈ കാര്യങ്ങൾ പുറത്തിട്ട് ഇറങ്ങണ്ട. ആ ഒരു പെണ്ണിന് ഞങ്ങൾ വന്നു കയറിയവളല്ലേ അവക്ക്, അല്ലെങ്കിൽ വന്നു കയറിയ അമ്മായിയല്ലേ, അല്ലെങ്കിൽ വന്നു കയറിയ നാത്തൂനല്ലേ, അവക്കൊക്കെ എന്തിനാ സപ്പോർട്ട് ചെയ്യണേ? കണ്ടില്ല നടിക്കാന്ന് പറഞ്ഞ് മിണ്ടാതെ ആങ്ങളമാരെ സപ്പോർട്ട് ചെയ്തോ അമ്മാവന്മാരെ സപ്പോർട്ട് ചെയ്തോ ജീവിച്ചു പോകുന്ന കാലങ്ങളാണ് ഇപ്പോഴും. പക്ഷെ ആ ഒരു ഐശ്വര്യയ്ക്ക് ഞാനൊരു ക്രെഡിറ്റ്സ് ആണ് കൊടുക്കുന്നത്. എന്താണെന്നറിയോ? ഈ ലിറ്റി എന്ന് പറയുന്നത് ഐശ്വര്യയുടെ ഇളയ അമ്മാവൻ്റെ ഭാര്യയാണ്, അമ്മയുടെ ഇളയ സഹോദരൻ്റെ ഭാര്യയാണ്. സ്വന്തം അച്ഛൻ്റെ അവരുടെ അമ്മയുടെ മൂത്ത സഹോദരനെതിരെയാണ് ഈ ഒരു ഐശ്വര്യ സംസാരിച്ചത്, ലിറ്റിക്ക് സപ്പോർട്ട് ചെയ്തിട്ട്. അമ്മായി എന്ന് പറയുന്നത് വന്നു കയറിയ ഒരു വ്യക്തിയാണെന്നുള്ളൊരു ഒരു കുറവും ആ ഒരു ഐശ്വര്യ, ആ ഒരു തിരിച്ചുഭേദം അവിടെ ഐശ്വര്യ കാണിച്ചില്ല എന്ന് പറയുന്നതാണ് ഹാർട്ട്സ് ഓഫ് ചെയ്യേണ്ട കാര്യമാണത്. വന്നു കയറിയവർക്ക് ഇന്നും പലയിടത്തും അധിക്ഷേപങ്ങളും എല്ലാം കിട്ടുന്ന ഒരു കാലത്ത് തൻ്റെ ഇളയ അമ്മാവൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് തൻ്റെ മൂത്ത അമ്മാവനെതിരെയും അമ്മാവൻ്റെ സ്വന്തം അമ്മാമ്മയ്ക്കും അപ്പച്ചനും ഒക്കെ എതിരെ നിന്നുകൊണ്ട് ആ ഒരു ആൻറ്റിക്ക് സപ്പോർട്ട് ചെയ്ത്, കുഞ്ഞാൻറ്റി, അതായത് ഈ ഇളയ അമ്മാവൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് ചങ്കൂറ്റത്തോടു കൂടി സ്ത്രീ എന്നുള്ള നിലയിൽ ലിറ്റിക്ക് വേണ്ടി സംസാരിച്ച ഐശ്വര്യയ്ക്കാണ് എൻ്റെ എല്ലാ കൺഗ്രാറ്റ്സും. ഞാൻ ഇതിൻ്റെ റിയാക്ഷൻ 2-3 തവണ വീഡിയോസ് 2-3 എണ്ണമൊക്കെ വരട്ടെ, കാരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചാടി റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ലിറ്റിയുടെ വീഡിയോ കൂടി കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ഒരു പെണ്ണെന്നുള്ളത് എന്തിനാണ് നമ്മൾ ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിൽക്കാനല്ല പറയുന്നത്. ഒരു സ്ത്രീക്ക് വേണ്ട സുരക്ഷ എന്താണെന്നറിയാവോ? ഭർത്താവ് തന്നെ തല്ലും തെറ്റും തെറിയും ഉപദ്രവം ചെയ്താൽ ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റില്ല അത്. അപ്പോൾ ഭർത്താവിൻ്റെ ചേട്ടൻ ഇത് ചെയ്യാൻ സ്ഥിരമായിട്ട് കയറി വരിക, ഉപദ്രവിക്കുക, തെറി വിളിക്കുക, ഇത് സഹിച്ചുകൊണ്ട് ഒരു സ്ത്രീക്കോ, അത് ഭർത്താവിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും, ഈവൻ ഒരു കുഞ്ഞു വരെ, ഒരു കുട്ടി വരെ തിരിഞ്ഞു നിന്നിട്ട് വഴക്ക് പറയുക, ഒച്ചപ്പാടൊക്കെ ഒറ്റപ്പെടുത്തുക, ഇവരെല്ലാവരും ഇങ്ങനെ പെരുമാറുമ്പോൾ ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വിഷമം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സ്ത്രീക്ക് അത് പറ്റില്ലെന്നേ, നിങ്ങളാരും വിചാരിക്കുന്ന പോലെയല്ല. അത് ആ ഒരു വല്ലാത്ത ട്രോമ സിറ്റുവേഷനാണ്. എനിക്ക് ലിറ്റിയോട് പറയാനുള്ള, ലിറ്റി എത്രയും വേഗം ജോലി ഉണ്ടോ ഇല്ലയെന്ന് നോക്കട്ടെ, എത്രയും വേഗം ഒരു വാടക വീട്ടിട്ട് മാറുക. അവിടെ കിടന്നുകൊണ്ട് ഇനി തല്ലി പിടുത്തവും ബഹളോ ആരും നോക്കാനായിട്ട് പോയി തറവാട്ടിൽ നിൽക്കണ്ട. ഈ ഐശ്വര്യ നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ മൂത്ത നാത്തൂൻ്റെ മകളാണ് ഐശ്വര്യ. ആ ഒരു ഐശ്വര്യ എന്ന് പറഞ്ഞ കുട്ടി ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായം തന്നെ എനിക്കതിൽ കാണാനില്ല. കാരണം സ്വന്തം അമ്മാവൻ്റെ ഭാര്യയാണ്, സ്വന്തം അമ്മാവൻ്റെ ഒരു ഭാര്യ അങ്ങനെയല്ല, അമ്മായിയല്ലേ, ചിലവരൊക്കെ അങ്ങനെ പെരുമാറുന്നുണ്ട്. അപ്പോൾ പറയും ഞാൻ അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെ വഴക്കുകളുണ്ടപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ ചെയ്തത് വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുമുണ്ട് അമ്മായിമാരായിട്ട്, പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ലിറ്റിയുടെ നാത്തൂൻ്റെ മകൾ, ഭർത്താവിൻ്റെ പെങ്ങളുടെ മകൾ ഇത്രയും കട്ട സപ്പോർട്ടായിട്ട് മൂത്ത അമ്മാവനെതിരെ, അവരെത്ര വഴക്കായിക്കോട്ടെ ശരി, മൂത്ത അമ്മാവനും സ്വന്തം അമ്മമ്മയ്ക്കൊക്കെ എതിരെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ലിറ്റി അനുഭവിക്കുന്ന വിഷമങ്ങൾ, ലിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ, ലിറ്റിക്ക് നേരിടേണ്ടി വരുന്ന ക്രൂരതകൾ സത്യം കൊണ്ട് നമുക്ക് വാക്കുകളാൽ പറഞ്ഞു തീർക്കാനുള്ളതല്ല, ഒരിക്കലുമല്ല. ഒരു എപ്പോഴും പേടിച്ച് വഴക്കുണ്ടാവുമോ, തെറി വിളിക്കുമോ, ശരീരത്തേക്ക് കയറി വന്ന് ഉപദ്രവം, ഇങ്ങനെ ഓർക്കുക, സമാധാനമില്ലായ്മ, അവരുടെ പൈസ വാങ്ങിക്കുക, അവർ കൊടുത്ത പൈസകൾ തിരിച്ച് അത് അടയ്ക്കാതിരിക്കുക പ്രോപ്പറായിട്ട്. അപ്പോൾ എനിക്ക് ഒരു തോമസ് എന്ന് പറയുന്ന വ്യക്തിയോടും പറയാനുള്ളത്, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് കിട്ടിയ മുതലും കൊണ്ട് ജീവിക്കാൻ പാടില്ലേ? നിങ്ങളുടെ അനിയനും ഭാര്യയല്ലേ, അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, അവർക്കും ജീവിക്കണ്ടേ? നിങ്ങൾ നിങ്ങളുടെ മകനെ ഇപ്പോഴേ ഈ ഒരു രീതിയാക്കുകയാണെങ്കിൽ ആ കുട്ടിയൊക്കെ വലുതാവുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക, ലിറ്റി എങ്ങനെയുള്ള പേഴ്സണാലിറ്റി ആണെന്ന് നമുക്കറിയില്ല. പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരാണുകളുടെ മേൽക്കോയ്മയും അപ്പം എന്താ പറയുക, ഫെമിനിസ്റ്റ് എന്നൊന്നും ആരും വിളിച്ചു വരണ്ട. ഞാൻ പറയുന്നത് ആണുങ്ങളുടെ ബഹളവും മദ്യപിച്ചിട്ടുള്ള ബഹളവും അല്ലാണ്ടുള്ള ബഹളവും കയ്യേറ്റവും സഹിച്ച്, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ സഹോദരനോ പെങ്ങളുടെ ഭർത്താക്കന്മാരോ അയൽവക്കാരോ കസിൻ ബ്രദേഴ്സൊക്കെ ഇനി ഉപദ്രവിക്കാൻ വന്നാൽ സത്യം ഒരു സ്ത്രീക്കും അത് താങ്ങാൻ കഴിയില്ല. ന്യായം ആരുടെ ഭാഗത്ത് ആയിക്കോട്ടെ, ന്യായം ലിറ്റിയുടെ ഭാഗത്ത് തന്നെയാണ് എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് തോന്നുന്ന ന്യായം ആരുടെ ഭാഗത്തായിക്കോട്ടെ, നമ്മൾ ജസ്റ്റിസ് ഫോർ ലിറ്റി, ജസ്റ്റിസ് അവർക്ക് വേണ്ടി ജസ്റ്റിസ് നമ്മൾ നിൽക്കുക, അത്രയേ ഉള്ളൂ. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാര കാര്യമല്ല. ഒരു സ്ത്രീ
ഈ ഒരു ബഹളത്തിൻ്റെ ഭർത്താവ് തിരിഞ്ഞു നിന്ന്, ഭർത്താവിന് ഇപ്പോൾ പുറത്ത് ജോലിക്ക് പോകാനും കൂടെ പറ്റാത്ത അവസ്ഥയാണ്. അദ്ദേഹം ആ സമയത്ത് അവിടെ ഉണ്ടായില്ല. ഇതൊന്നും അറിയാണ്ടാണ് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയത്. ഈ ഭർത്താവ് പറഞ്ഞു വന്ന് മറന്നുപോയി. ഭർത്താവ് തിരിഞ്ഞു നിന്ന് ഈ ഒരു ആൾക്കാരുടെ കൂടെ നിന്ന് ലിറ്റിയോട് എന്തെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ ആ നിമിഷം തീർന്നു ലിറ്റി, അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടി പറയുക, ആ ഭർത്താവിൻ്റെ ഒരു വാക്കുകളാൽ ഒരു കരവലയത്താലോ ആണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ അറിയാണ്ട് പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ കള്ളക്കഥയാണ്, മറ്റതാണ്, മറിച്ചതാണ്, അവർ വെറുതെ ഇതാക്കുകയാണ്, ഡ്രസ്സ് വലിച്ചു ഊരി ഉടനെ വീഡിയോയിൽ വന്ന് ഇങ്ങനെയൊന്നും പറയരുത്. അവർ പറയുന്ന അവർ അനുഭവിച്ചു വന്ന കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കുക. നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരിങ്ങനെ പറയുന്നത്? കുറച്ച് സ്ത്രീകളുണ്ട്, സ്ത്രീകളെ തന്നെ കുറ്റം പറയാൻ വന്നിരിക്കുന്നവർ. അപ്പോൾ ആ ഒരു ഭർത്താവിനും ഹാർട്ട്സ് ഓഫ് ഉണ്ട്, ആ ഒരു സ്ത്രീയെ വിട്ട് കളയാണ്ട്, ലിറ്റിയെ വിട്ട് കളയാണ്ട് കൂടെ നിൽക്കുന്നതിൽ, കേട്ടോ. അഗൈൻ ഐശ്വര്യയ്ക്കും ഈ ഇത് നീതി ലഭിക്കുന്നവരെ കൂടെ നിൽക്കുക. ഞങ്ങൾ യൂട്യൂബേഴ്സായ ഞാൻ വലിയ യൂട്യൂബറൊന്നും അല്ല, ഒരു സാധാരണ പൗരൻ അല്ലെങ്കിൽ പൗരൻ എന്ന നിലയിൽ ഞാൻ കൂടെ തന്നെ നിൽക്കുകയാണ്. കാരണം ജസ്റ്റിസ് വേണം. ലിറ്റി എന്നുള്ള സ്ത്രീക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വേണ്ട, അവരുടെ ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ സ്വത്തായാലും എന്തായാലും എഴുതി തന്നെ വാങ്ങിക്കാനായിട്ട് എല്ലാവരും കൂടെ നിൽക്കണം. അതുപോലെ തന്നെ അവർ സുരക്ഷിതമായിട്ട് മാറാനേ ഞാൻ പറയുള്ളൂ. ഇങ്ങനെ പെരുമാറുന്നവരുടെ കൂടത്തിൽ വന്ന് അച്ഛനെയും അമ്മേനെയും നോക്കാനും വേണ്ടിയിട്ട് അവിടെ വന്ന് കിടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ അവർ അനുഭവിച്ചു പോകുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. ആ ഒരു അവസ്ഥയിൽ നമ്മളാണെന്ന് ചിന്തിക്കുക. എന്നിട്ടൊന്ന് ഇതൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ മനസ്സിലാവും കാര്യം. ഓക്കെ, ശരി, ബൈ.